ഹായ് ഗായ്സ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതുത്തെ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് മൂന്നാല് കുഞ്ഞു യൂസ്ഫുൾ ആയ ടിപ്സുകളാണ്. അപ്പോൾ അതിൽ മെയിൻ ആയിട്ടുള്ള ടിപ്സ് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ പരീക്ഷിക്കേണ്ടതാണ്. കാരണം നമുക്ക് ഏറ്റവും മടിയുള്ളൊരു കാര്യമാണ് ടോയ്ലറ്റ് ക്ലീനിങ്. അപ്പോൾ നമ്മൾ എത്രയൊക്കെ നീറ്റായിട്ട് ക്ലീൻ ചെയ്താലും എപ്പോഴും ടോയ്ലറ്റിലോട്ട് കയറുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് ഒരു പ്രത്യേക ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാവും. കാരണം ഉപയോഗിക്കുന്ന രീതി അങ്ങനെയാണ്. അപ്പോൾ ടോയ്ലറ്റ് എന്നും ഫ്രഷ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുക്കളയിലുള്ള ഒരു സാധനം കൊണ്ട് നമ്മൾ ഒരു അടിപൊളി ടിപ്പ് ചെയ്യാൻ പോവാണ്. വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ ടിപ്പും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ പരീക്ഷിച്ച് നോക്കുക. മെയിനായിട്ട് പറയേണ്ടത് വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. നേരിട്ട് വീഡിയോയിലോട്ട്. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ പരീക്ഷിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പരീക്ഷിച്ച് നോക്കേണ്ട വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ്. യാതൊരു ചെലവും ഇല്ലാത്ത, ഒരുപാട് സമയം വേണ്ടാത്ത ഈസി ആയിട്ടുള്ള ടിപ്പാണ് കേട്ടോ. എല്ലാവരുടെ വീട്ടിലും സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഇതുപോലെ ഹോട്ട് പോട്ട്. ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ചോറാണെങ്കിലും നമുക്ക് ചൂടാറാതെ മണിക്കൂറുകളോളം നമ്മളിതിലോട്ട് ആക്കി വെച്ച് കഴിഞ്ഞാൽ 10 മണിക്കൂറിന് മേലെയൊക്കെ ഈസി ആയിട്ട് ഇത് ചൂട് നിൽക്കുന്ന ഒരു സാധനമാണ്. പക്ഷെ ഇതിലുണ്ടാകുന്ന ഒരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര നന്നായിട്ട് ക്ലീൻ ചെയ്തതിനു ശേഷവും 2 ദിവസം നമ്മൾ ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് മൂടി തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് നിന്നും സ്മെല്ല് വരും. അതായത് കാരണം എയർ സർക്കുലേഷൻ തീരെ ഇല്ലാത്തൊരു പാത്രമാണ്. അത് മാറ്റാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ്. പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിലുകൾ, വാട്ടർ ബോട്ടില്, ഇതെല്ലാത്തിനും ഈ ഒരു രീതി ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര ദിവസങ്ങൾ ക്ലോസ് ചെയ്ത് വെച്ചാലും നമുക്ക് ഇതിനകത്ത് നിന്ന് ബാഡ് സ്മെല്ല് വരില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ പലതരം പരീക്ഷണങ്ങൾ നടത്തിയവരുണ്ടാവാം. നമ്മളും ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളും യൂസ്ഫുൾ ആയ യാതൊരു ചെലവില്ലാത്തൊരു ടിപ്പാണെന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതും എല്ലാവരുടെ വീട്ടിലുള്ള ഒരു സാധനം തന്നെയാണ് ന്യൂസ് പേപ്പർ. പേപ്പറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്മെല്ലുകൾ പെട്ടെന്ന് അബ്സോർബ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെ തുറന്നതിന് ശേഷം ഒരു ചെറിയൊരു പീസ് ന്യൂസ് പേപ്പർ ഇതുപോലെ മടക്കിയിട്ട് ഇതിനകത്തോട്ട് വെക്കാം. അതിനുശേഷം നിങ്ങൾ ക്ലോസ് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു ദിവസം കഴിഞ്ഞിട്ടോ 2 ദിവസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് തുറക്കുന്ന സമയത്ത് യാതൊരു സ്മെല്ലും ഉണ്ടാവില്ല. നമുക്ക് ഫ്രഷ് ആയിട്ടുള്ളൊരു മണം ഉണ്ടാവും. പ്രത്യേകിച്ച് ഇത് നല്ല ഹൈജീനിക് ആയിട്ട് വെക്കേണ്ട സ്ഥലമാണ്. കാരണം ഫുഡ് വെക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ തന്നെയാണ് ബുദ്ധിമുട്ടുണ്ടാവുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു ടിപ്പാണ്. പക്ഷെ അത്യാവശ്യം നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ടിപ്പാണ് കേട്ടോ. ഇത് നമ്മൾ വെളിച്ചെണ്ണ ആക്കി വെച്ചിരിക്കുന്ന പാത്രമാണ്. അപ്പോൾ പൊതുവേ നമ്മളെല്ലാവരും ഇതുപോലൊരു പാത്രത്തിലായിരിക്കും എണ്ണകളൊക്കെ സൂക്ഷിക്കുന്നത്. കാരണം ഇത് ഉപയോഗിക്കാനുള്ള സൗകര്യം അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. അപ്പം നമുക്ക് 1 ലിറ്റർ എണ്ണയൊക്കെ ഈസി ആയിട്ട് നമുക്ക് ഇതിലാക്കി വെക്കാം. പക്ഷെ ഇതുപോലുള്ള പാത്രങ്ങൾ ആക്കി വെക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കാൻ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് പിടിച്ചില്ലെങ്കിൽ മൂടി ചിലപ്പോൾ ലൂസ് ആണെങ്കിൽ അത് ഊരി വരാം. അല്ലെങ്കിൽ ഇപ്പം എണ്ണയുടെ പാത്രം ആയതുകൊണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നമ്മൾ എത്രയൊക്കെ ശ്രദ്ധിച്ച് എണ്ണ ഒഴിച്ചു കഴിഞ്ഞാലും നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നതുകൊണ്ട് ഇതിന്റെ മൂടിയിൽ വരെ എണ്ണയുടെ ഒരു അംശം ഉണ്ടാവും. അത്യാവശ്യം വലിയ പാത്രങ്ങളാണെങ്കിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് വഴുക്കി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലുള്ള പാത്രങ്ങളൊക്കെ നിങ്ങൾ ഇനി എണ്ണ ആക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് യാതൊരു വഴുക്കലും ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കാണിച്ചു തരാൻ പോകുന്നത്. നമ്മൾ അടുക്കളയിൽ എന്നും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. പ്രത്യേകിച്ചിട്ട് ഇപ്പോൾ മലയാളികൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന, അരിയേക്കാളും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോതമ്പാണ് കേട്ടോ. ഗോതമ്പ് പൊടി. അപ്പോൾ ഏത് സാധനങ്ങളാണെങ്കിലും നല്ല രീതിയിൽ വഴുക്കുന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ വഴുക്കൽ പൂർണ്ണമായിട്ട് മാറുന്നതാണ് കേട്ടോ. 1 ടേബിൾ സ്പൂൺ പോലും വേണ്ട ഗോതമ്പ് പൊടി. അതിനുശേഷം നമ്മളൊരു പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതും ന്യൂസ് പേപ്പറാണ്. നിങ്ങൾക്ക് ടിഷ്യൂ ആണെങ്കിൽ ടിഷ്യൂ കൊടുക്കാം. പ്രത്യേകിച്ച് ഇതുപോലെയുള്ള പാത്രങ്ങൾ, എണ്ണമയമുള്ള പാത്രങ്ങൾ തുണി വെച്ച് ക്ലീൻ ചെയ്തിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ പേപ്പർ ആകുമ്പോൾ പെട്ടെന്ന് വലിച്ചെടുക്കുന്നതാണ്. അപ്പോൾ കുറച്ച് ഗോതമ്പ് പൊടി ഇതുപോലെ ഇട്ടതിന് ശേഷം നമുക്ക് എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് തുടച്ചു കൊടുത്തു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതിൻ്റെ എണ്ണമയം പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അടിഭാഗത്തൊക്കെ തുടയ്ക്കാം. കാരണം എല്ലാം ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഇതിന് പേപ്പർ അടിയിൽ മുഴുവൻ എണ്ണയാണ്. അപ്പോൾ എണ്ണകളാക്കി വയ്ക്കുന്ന പാത്രം നമുക്ക് വളരെ വഴുക്കാതെ നല്ല ഗ്രിപ്പോടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇനിയിപ്പോൾ എത്ര വലിയ പാത്രങ്ങളാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പിടിക്കാനും ഉപയോഗിക്കാനും എണ്ണ ഒഴിക്കാനൊക്കെ വളരെ സിമ്പിളാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോയിലെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടിപ്പാണ് ഇത്. ഈ ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന അടിപൊളി ടിപ്പാണ്. കിച്ചണിലാണെങ്കിലും കൂടാതെ ഒരുപാട് സാധനങ്ങൾ സൂക്ഷിക്കുന്ന നമുക്ക് സ്റ്റോർ റൂമിൽ, അതായത് പലതരം ഐറ്റങ്ങൾ നമ്മൾ സൂക്ഷിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഡോറ് തുറക്കുന്ന സമയത്ത് തന്നെ
എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു മണമായിരിക്കും വരിക. അപ്പം നമ്മൾ ചിലവർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അലർജിക് ആയിട്ടുള്ളവർക്കൊക്കെ ഭയങ്കര ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കും. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ചെയ്യുന്നൊരു ടിപ്പാണ്. ടോയ്ലറ്റിൽ വരെ നമുക്ക് ഈ ഒരു സാധനം ഉപയോഗിക്കുകയാണെങ്കിൽ യാതൊരു ബാഡ് സ്മെല്ലും ഇല്ലാതെ നമ്മൾക്ക് ഫ്രഷായിട്ട് എന്നും ആ സ്ഥലങ്ങളെല്ലാം ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കടുകാണ്. ഡെയിലി ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ്. കാരണം ഏത് സാധനങ്ങളും നമ്മൾ കടുക് വറുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പ്രത്യേകതയാണ്. പക്ഷേ കടുകിന് പാചകം മാത്രമല്ല, നമുക്ക് വേറെ ചില ഉപയോഗങ്ങളുണ്ടെന്ന് നമുക്ക് ഈ ടിപ്പ് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ടത് കുറച്ച് കടുക് എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കടുക് നമ്മൾക്ക് ഒന്ന് പൊടിച്ചെടുക്കണം. പൊടിക്കുക മീൻസ് ഫൈനായിട്ട് പൊടിക്കേണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ച് എടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്കൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. ജസ്റ്റ് ഇതിലിട്ടിട്ടൊന്ന് ജസ്റ്റ് ഇതുപോലെ തിരിച്ചു കൊടുത്താൽ തന്നെ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടുന്നതാണ് കേട്ടോ. കാരണം ഒരുപാട് ബലമുള്ള സാധനമൊന്നുമല്ലല്ലോ കടുക്. അപ്പോൾ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. മുഴുവൻ പൊടിഞ്ഞിട്ടില്ല, അന്ന് അത്യാവശ്യം നല്ല രീതിയിൽ പൊടിഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ എവിടെയാണ് നിങ്ങളത് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ചെറിയൊരു 1-2 കഷ്ണം തുണി എടുക്കാം. അതിലോട്ട് ഇതുപോലെ ഞാൻ കുറച്ച് കടുക് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ നമുക്ക് ഒരു കിഴിയുടെ രൂപത്തിൽ ആക്കിയെടുക്കാം. ഞാൻ 2 കിഴി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര എണ്ണം ആവശ്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇത് എന്താ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നോൺ വെജ് ഒക്കെ പൊതുവേ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അടുക്കളയിൽ നമ്മളത് കഴിച്ചു കഴിഞ്ഞാലും 2-3 ദിവസം അതിൻ്റെ ഫ്ലേവർ ഈ അടുക്കളയിൽ മുഴുവനുണ്ട്. അതുപോലെ പിന്നെ അടുത്ത കിച്ചണിൽ ഉണ്ടാകുന്ന ഒരു മെയിൻ ശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാറ്റ, പല്ലി, ഈച്ച, ഉറുമ്പ് തുടങ്ങിയ ആ പ്രാണികളുടെ ശല്യം വളരെ ബുദ്ധിമുട്ടാണ്. പല്ലിയുടെ ശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണത്തിലൊക്കെ വന്നിരുന്നു കഴിഞ്ഞാൽ അത് പോയ്സണാണ്. അപ്പോൾ ഫുഡ് പോയ്സൺ ഉണ്ടാവാൻ ഏറ്റവും സാധ്യത കൂടുതലാണ്. ആ ഒരു സാഹചര്യം ഒഴിവാക്കാൻ നമുക്ക് ആകെ വേണ്ടത് കുറച്ച് കടുകെടുത്തിട്ട് ഇതുപോലെ ഒന്ന് കിഴി കെട്ടിയതിന് ശേഷം, അതായത് ഒരുപാട് ടൈറ്റ് ആക്കണ്ട, കാരണം ഫ്ലേവർ ജസ്റ്റ് ഒന്ന് വരാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഗ്യാസിൻ്റെ അടിയിലൊക്കെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഭക്ഷണത്തിൻ്റെ സ്മെല്ലാണെങ്കിലും നമുക്കത് പെട്ടെന്ന് അത് വലിച്ചെടുക്കുന്നതാണ്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ അടുക്കളയിൽ ഉണ്ടാകുന്ന ബാഡ് സ്മെല്ലും നമുക്ക് ഇതുപോലെ കിഴി കെട്ടി കടുക് വെച്ച് കഴിഞ്ഞാൽ ഇല്ലാതാവും. കാരണം കടുക് എന്ന് പറഞ്ഞ ഒരു പോസിറ്റീവ് എനർജി ഉള്ളൊരു ഐറ്റമാണ്. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ സൂക്ഷിക്കുന്ന സ്റ്റോർ റൂമിലാണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെയും ആ പല്ലി, പാറ്റ, ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവില്ല. കൂടാതെ നമ്മൾ ഡോർ തുറക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബാഡ് സ്മെല്ലും നമുക്ക് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഫ്രിഡ്ജിനകത്ത് നമുക്കിതുപോലെ പല കറികളുണ്ടാവും, നോൺ വെജ്, വെജിറ്റേറിയൻ അല്ലെങ്കിൽ പച്ചക്കറികൾ. അപ്പോൾ അതിൻ്റേതായ ഒരു മിക്സഡ് ആയിട്ടൊരു മണം ഫ്രിഡ്ജിനകത്ത് ഉണ്ടാവും. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇതുപോലെ ചെറിയ തുണിയിൽ ഇങ്ങനെ അതുപോലെ കടുക് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിനകത്ത് ഉണ്ടാവുന്ന ഒരു ബാഡ് സ്മെല്ല് പൂർണ്ണമായിട്ടും ഇല്ലാതാവും. അപ്പോൾ അങ്ങനെ സ്ഥിരം ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫ്രിഡ്ജിൽ ഈ ഒരു കാര്യം ചെയ്തു വെക്കുക. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ബാഡ് സ്മെൽ ഉണ്ടാകുന്ന അടുത്തൊരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോയ്ലറ്റാണ്. അപ്പോൾ അതിനും ഏറ്റവും നല്ലൊരു ടിപ്പാണ് കടുക് നമുക്ക് ടോയ്ലറ്റിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇതുപോലെ കിഴികെട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡോറ് തുറന്നു വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു ബാഡ് സ്മെല്ല് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ പറ്റും. അപ്പോൾ ഇതിനാണെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ചിട്ട് പൈസ മുടക്കിയിട്ട് വലിയ സാധനങ്ങളൊന്നും വാങ്ങിക്കേണ്ട യാതൊരു കാര്യമില്ല. അപ്പോൾ ഇനി മുതൽ ഇത് അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ടോയ്ലറ്റും നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ചിട്ട് നിങ്ങൾ ആ കടുക് വെച്ച് ചെയ്യുന്ന ടിപ്സ് തീർച്ചയായിട്ടും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾക്ക് വളരെ വളരെ യൂസ്ഫുള്ളാണ്. കാരണം അത് ഏത് ഭാഗത്തും നമുക്ക് ബാഡ് സ്മെല്ലുള്ള ഏത് സ്ഥലത്തും നമുക്കത് വെക്കാവുന്നതാണ്. വീഡിയോ ഞാനിതോടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അടുത്ത വെറൈറ്റി ടിപ്സുമായി കാണുന്നവരേക്കും വീണ്ടും ഗുഡ് ബൈ.